എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു കേക്ക് തയ്യാറാക്കിയാലോ? അത് ഒരു ഗ്ലാസ്സിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു മാംഗോ ചീസ് കേക്കാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന രീതിയിലാണ് ഞാനിതിവിടെ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞങ്ങ് പോകും, അത്രയും സോഫ്റ്റാണിത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കിണ്ണത്തപ്പത്തിൻ്റെയും പാൻ കേക്കിൻ്റെയും റെസിപ്പി കണ്ടിട്ട് 2 സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അയച്ചു തന്ന ഫോട്ടോസാണിത്. വളരെയധികം സന്തോഷം. നമ്മുടെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി എന്നെ അറിയിക്കണം. അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും റെസിപ്പീസ് ഒക്കെ ഇടാനായിട്ട് ഒത്തിരി ഇൻട്രസ്റ്റ് തോന്നുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 18 എണ്ണം എടുത്തിട്ടുണ്ട്. 100 ഗ്രാമാണിത്. 18 എണ്ണമാണുള്ളത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറാക്കി എടുക്കണ്ട, കുറച്ച് തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ക്രീം ബിസ്ക്കറ്റ് ഒന്നും എടുക്കരുത്. ഇതൊന്ന് പൗഡർ ആക്കിയിട്ട് വരാം. അപ്പം ദാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒത്തിരി ഫൈനാക്കി കളയരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബട്ടർ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് മെൽറ്റ് ചെയ്ത ബട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. മെൽറ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിക്കുക. ആദ്യം ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ബാലൻസ് ഉള്ളതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെയാക്കി ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അളവ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ ചീസ് കേക്കൊക്കെ തയ്യാറാക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ബേക്കിംഗ് ട്രേയിലാണ്. പക്ഷെ ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനത്തെ ട്രേ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇളകി പോരാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പോവും. നല്ലതുപോലെ പ്രസ് ചെയ്ത് അമർത്തി വെക്കണം. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇവിടെ പുട്ട് കുത്തുന്ന ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുവാണ്. ഇത് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന അളവ് കൊണ്ട് 3 ഗ്ലാസ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബിസ്ക്കറ്റിൻ്റെ പൗഡറുണ്ട്. ഞാൻ 3 ഗ്ലാസ്സിലാക്കി ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതവിടെ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പാക്കറ്റ്, അതായത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതൊരു 10 മിനിറ്റോളം നമുക്ക് കുതിർത്തി വെക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ജെലാറ്റിൻ ഒന്ന് കുതിർത്താനായിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കുതിർത്താനായിട്ട് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീമും ചീസും ഒക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം ചീസാണ് ഞാനിവിടെ വിപ്പ് ചെയ്തെടുക്കുന്നത്. ക്രീം ചീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണോളമാണ് ഞാനിവിടെ ചീസ് എടുക്കുന്നത്. ഇപ്പം ഞാനിത് എടുക്കുന്നതെല്ലാം കറക്റ്റ് അളവാണ്. നമുക്ക് ആ 3 ഗ്ലാസ്സിലേക്ക് വേണ്ട കറക്റ്റ് അളവാണ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 3 ടേബിൾ സ്പൂണോളാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്.
മധുരം ഓവറാക്കി എടുക്കണ്ട. ഓവറായിട്ട് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവിൽ കറക്റ്റ് മധുരം പാകമായിട്ടുള്ള മധുരമുണ്ട്. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഒന്ന്, അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ആ ചീസ് ഒന്ന് ക്രീമി പരുവാകുന്നത് പോലെ ആ ഷുഗറും അതിലേക്കൊന്ന് മെൽറ്റായി കിട്ടണം. അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇതാണ് അതിൻ്റെ പരുവം. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്കൊരു 3-4 ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ്. ഇതിലേക്ക് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബൗൾ അതിലേക്ക് ഇറക്കി വെക്കാം. ആ ബൗളിലാണ് നമ്മൾ ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ക്രീമിന് മധുരമില്ലെങ്കിൽ കുറച്ച് ഇതിലേക്ക് മധുരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ക്രീം എടുക്കുന്നുണ്ട്. ഇപ്പം മധുരമില്ലാത്ത ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷുഗർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചീസിലും ഷുഗർ ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അത്രയും സ്റ്റിഫ് ആകേണ്ട, ഒരു ലൂസ് പരുവത്തിനാണ് ഇതിരിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് ആക്കി എടുക്കേണ്ട, ഒരു ക്രീമി പരുവത്തിന് ഇരുന്നാൽ മതി. ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി നമുക്ക്. ഈ ഒരു പരുവം മതി. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാനിവിടെ മാംഗോ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മാംഗോ ആണ് അടിച്ചെടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഇതിൽ ചേർക്കണ്ട. ഇപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിതിൽ പഞ്ചസാര ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മാങ്ങക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരം കൂടെ ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആ ചീസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ജെലാറ്റിനിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി ജെലാറ്റിൻ നമുക്ക് ആവശ്യമുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ജെലാറ്റിനെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജെലാറ്റിൻ ചേർക്കുന്നത് ഇത് ഇങ്ങനെ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ്, നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ഘട്ടമായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇതിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി. 3 ഗ്ലാസ്സിലും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇത് വീണ്ടും ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കണ്ട. ആ സമയത്ത് നമുക്കൊരു മാംഗോ പ്യൂരി ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ബാക്കി മാംഗോ, ഇതൊരു 1/2 കപ്പോളം മാംഗോ ഉണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇനി പാൻ ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഒന്നും ഇട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയും മാംഗോ പ്യൂരിയും കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടണം. അത്രയും നേരം ഒന്ന് വെച്ചാൽ മതി.
ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ജെലാറ്റിൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ജെലാറ്റിൻ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചീസൊക്കെ അങ്ങ് മെൽറ്റായി പോവും. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറത്തേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്, ഭയങ്കര സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചൊരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. 2-3 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീം ചീസ് കേക്കാണ്, മാംഗോ കൊണ്ടുള്ള. പിന്നെ മാംഗോ എടുക്കുമ്പോൾ കഴിവതും പുളിപ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.